ഹലോ, വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. റവ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്ക്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അത് എനിക്ക് കോളേജിൽ ക്യാമ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ക്യാമ്പ് കഴിഞ്ഞ് വന്നപ്പോൾ സൗണ്ടൊക്കെ പോയി. അങ്ങനെ അതൊക്കെ ശരിയാവാൻ കുറച്ച് സമയമെടുത്തു. അതുകൊണ്ടാണ് ഇത്ര ലേറ്റായി പോയത്. അപ്പോൾ ഇന്നത്തെ സ്നാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് റവയാണ് ഇതിലെ മെയിൻ സാധനം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. നല്ല കറുമുറു ഒരു പലഹാരമാണ്. നമുക്ക് വൈകുന്നേരം കുട്ടികളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് അത് കത്തിച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. വെള്ളം ഇങ്ങനെ ഒന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ റവ ഇട്ട് കൊടുക്കുക. 1 കപ്പിലും കുറച്ച് കുറവാണ് റവ. 1 കപ്പിനേക്കാളും ഒരു ടേബിൾ സ്പൂണൊക്കെ കുറവുണ്ടാവുള്ളൂ. വറുത്തതൊന്നുമല്ല, സാധാ റവയാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടുമ്പോൾ തന്നെ നല്ലോണം ഇളക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കട്ട കെട്ടിപ്പോവും. ഇനി ഇത് നല്ലോണം ആ വെള്ളമൊക്കെ നല്ല മിക്സ് ചെയ്തെടുക്കുക. ഇത് റവയും വെള്ളം കൂടെ ഒന്ന് മിക്സായി വന്നാൽ മതി. അങ്ങനെ അധിക സമയം വേവണമെന്നൊന്നുമില്ല. മിക്സായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അങ്ങനെ നമ്മുടെ റവ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെ താഴ്ഭാഗത്ത് സ്റ്റിക്കാവാതെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയല്ല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ഞാൻ കുറച്ച് പിസ്സ സീസണിങ് ചേർക്കുന്നുണ്ട്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, അതിന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയതും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. റവയിൽ ഉപ്പുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ലോണം ഇങ്ങനെ കൈയുള്ളിലേക്കാക്കിയിട്ട് കുഴയ്ക്കുക. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എല്ലാ സ്ഥലത്തേക്കും എത്തണം. അപ്പോൾ ആ രീതിയിൽ നല്ലോണം കുഴച്ചെടുക്കുക. ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാണ്. എന്നിട്ട് അതിൽ ഒരു പോർഷൻ എടുത്ത് അതൊരു ബോളാക്കിയിട്ട് ഒരു ബട്ടർ പേപ്പറിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇത് പരത്തുന്നത്. അതെന്തിനാ വെച്ചാൽ നല്ലോണം പരന്ന് കിട്ടാനും പിന്നെ ആ പരത്തുന്ന സാധനത്തിന് മേൽ ഒട്ടിപ്പിടിക്കാതെക്കാനും വേണ്ടിയിട്ടാണ്. ആദ്യം ഒരു ബട്ടർ പേപ്പർ വെക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ നമ്മളെടുത്തിട്ടുള്ള ബോൾ വെച്ചിട്ട് അതിൻ്റെ മേലെ വേറൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടാണ് ഇത് പരത്തുന്നത്. അധികം അങ്ങനെ തിന്നാക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടി വേണം. അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ ബോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇത്ര ഒരു കട്ടി വേണം, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വേണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് പോലാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർട്ടിൻ്റെ ഷേപ്പിലാക്കാം, റൗണ്ടിലാക്കാം, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പ് മാറ്റി കൊടുക്കുക. ഇപ്പം ഞാനിതിന് കുറച്ചൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കട്ട് ചെയ്ത പീസസ് ഓരോന്നായിട്ട് എടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഫ്രഞ്ച് ഫ്രൈസ് പോലെ ആക്കി കൊടുക്കുകയാണ്. ഇതൊന്നും നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഇപ്പോൾ എല്ലാ ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പൊരിച്ചെടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ട് ചൂടാക്കുക.
ഇനി ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. എല്ലാം കൂടി ഒരുമിച്ചിടണ്ട, ബാച്ച് ബാച്ച് ആക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈയിൽ വെച്ചാൽ മതി. കൂട്ടി വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും, അതുകൊണ്ട് മീഡിയം ടു ഹൈയിൽ വെച്ചാൽ മതി. പിന്നെ ഇതൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ ഓയിലിൽ നിന്ന് കോരി മാറ്റുക. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ നല്ല കറുമുറുമായിട്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഫ്രഞ്ച് ഫ്രൈസ് പോലാണ്. അപ്പോൾ വേണമെങ്കിൽ കുട്ടികളെ ഫ്രഞ്ച് ഫ്രൈസാന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുക. പിന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ചട്നീൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക, ചെറിയ ജാർ മതി. എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി, ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് മല്ലിയില, ഒരു നമ്മുടെ കയ്യിൽ കിട്ടുന്ന അത്രയും മല്ലിയില, നല്ല കുറേ മല്ലിയില വേണം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അത് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇത് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. പിന്നെ ഞാൻ കുറേ സ്നാക്കിൻ്റെ റെസിപ്പീസിലൊക്കെ പറയലുണ്ട് ചട്നി കൂട്ടി കഴിക്കാമെന്ന്. അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താണ് ചട്നീൻ്റെ റെസിപ്പിന്ന്. ഇതാണ് ചട്നി. ഇത് നമുക്ക് കട്ട്ലറ്റ്, സമൂസ, അങ്ങനെ ഏത് സ്നാക്കിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ എന്തുണ്ടാക്കിയാലും ഈ ഒരു ചട്നി വേണം, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൽ അങ്ങനെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, തക്കാളിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതുതന്നെ മതി. അതുപോലെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സ്നാക്കിൻ്റെ കൂടെ ചട്നി അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്